പശ്ചിമ ബംഗാളിൽ എന്നൊന്നുമില്ലാത്ത വിധം തൃണമൂൽ കോൺഗ്രസ് വൻ രാഷ്ട്രീയ പ്രതിസന്ധി നേടുന്ന കാര്യമൊക്കെ നാട്ടിലെങ്ങും പാട്ടാണ്, ചർച്ചയാണ്. പേര് ഇന്ത്യൻ നാഷണൽ തൃണമൂൽ കോൺഗ്രസ് എന്നാണ്. പക്ഷേ കൽക്കത്തയിൽ പോലും അണികളില്ലാതെ ഉള്ള എംപിമാരൊക്കെ മറുകണ്ഠം ചാടി രക്ഷപ്പെട്ട് മമതയെ പേടിച്ചിരുന്ന പാർട്ടി MLA-മാരിൽ 60 പേരും ഇപ്പോൾ ധൈര്യമായി മമതയെ പുറത്താക്കി നിയമസഭയിലെ യഥാർത്ഥ പ്രതിപക്ഷമായി ജോലി തുടങ്ങി. അങ്ങനെ മമതയുടെ പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കാൻ നിയോഗം അഭിഷേക് ബാനർജിക്ക് തന്നെയാണ്, അനന്തരവൻ. അതിനു മുമ്പ് നോക്കൂ, മമതയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. മമത ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. മമതയുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വലം കൈയായിരുന്ന ലോക്സഭാ MP മറ്റാരുമല്ല, മഹുവ മൊയ്ത്ര എന്ന ആ വനിതാ MP. ഇങ്ങനെ മുഖ്യമന്ത്രിയും BJP നേതാവുമായ സുവേന്ദു അധികാരിയെ പ്രശംസിച്ച് മഹുവ മൊയ്ത്ര മമതയുടെ ഹൃദയം തകർത്ത് കളഞ്ഞു. തൃണമൂലിൽ നിന്ന് നേതാക്കൾ കൂട്ടത്തോടെ പാട്ടുവിടുകയും ഭിന്നത രൂക്ഷമാകുകയും പരിഹരിക്കാനാകാത്ത തലത്തിലേക്ക് പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് മമതാ ബാനർജിയുടെ ഉറച്ച അനുയായി എന്നറിയപ്പെട്ടിരുന്ന മഹുവയുടെ ഈ സർജിക്കൽ സ്ട്രൈക്ക് വന്നത്. വ്യക്തമായ രാഷ്ട്രീയ പാതകളിലാണെങ്കിലും സുവേന്ദു അധികാരിയുമായി തനിക്ക് വൈകാരികമായൊരു ബന്ധമുണ്ടെന്നാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മഹുവ ഒരു ബോംബ് പൊട്ടിക്കുന്നത് പോലെ വ്യക്തമാക്കിയത്. സുവേന്ദു അധികാരി ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലായതിനാൽ സംസാരിക്കാറില്ല. അദ്ദേഹം മുമ്പ് നൽകിയ സഹായങ്ങൾ തനിക്ക് മറക്കാൻ കഴിയില്ല. വ്യക്തിപരമായ ബന്ധങ്ങൾ പാർട്ടി വ്യത്യാസങ്ങൾക്ക് മുകളിലാണ്. ഇങ്ങനെയൊക്കെയാണ് മഹുവ തുറന്നടിച്ചത്. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മഹുവ സുവേന്ദുവിനെ ഒന്നുകൂടി ഓർത്തെടുത്തത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് ലഭിക്കുമെന്ന് കരുതി. പക്ഷേ അത് നിഷേധിക്കപ്പെട്ടു. അന്ന് രാത്രി മുഴുവൻ താൻ കരഞ്ഞു. ആ സമയത്ത് തന്നെ ആശ്വസിപ്പിക്കാൻ സുവേന്ദു മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കൃഷ്ണനഗർ MP-യായ മഹുവ പറയുമ്പോൾ മമതാ ബാനർജി ഒട്ടും പ്രതീക്ഷ കാണില്ല ഈ മറുകണ്ഠം ചാടൽ. പിന്നെ 2016 കരിമ്പൂരിൽ നിന്നും ആദ്യമായി പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ തൃണമൂലിലെ മുതിർന്ന നേതാക്കളാരും പ്രചരണത്തിന് വന്നതേയില്ല. എങ്കിലും തൻ്റെ ആദ്യ റാലി നടത്തിയ സുവേന്ദു അധികാരിയാണ്. ഒരു പ്രതികാര സ്വരത്തോടെയാണ് മഹുവ മമതയ്ക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞത്. BJP ഒരു വ്യവസ്ഥാപിത പാർട്ടിയാണെന്നും കേഡർ സ്വഭാവമുള്ളവർക്ക് വ്യക്തമായ പ്രത്യയശാസ്ത്രമുണ്ടെന്നും മഹുവ പറഞ്ഞു കഴിഞ്ഞു. BJP ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചല്ല നിൽക്കുന്നതെന്നും ഉപയോഗശൂന്യരായ നേതാക്കളെ വരെ കൂടെ നിർത്തിയുന്നത് തൃണമൂലിൻ്റെ ഇതുവരെയുള്ള പരാജയമാണെന്ന് മഹുവ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഇതോടെ മമതയ്ക്കുമൊപ്പം വിരലുണ്ടാവുന്ന മറ്റ് അനുയായികൾക്കും കാര്യം മനസ്സിലായി. മഹുവ BJP-യിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP-മാരിൽ ഭൂരിഭാഗവും മറുകണ്ഠം ചാടി. ലോക്സഭാ MP-മാർ ഭൂരിഭാഗവും പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു. അവരും ഉടനെ തന്നെ NDA എന്ന ഭരണമുന്നണിയുടെ ഘടകകക്ഷിയായി മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, മഹുവ മൊയ്ത്ര, ഡെറക് ഒബ്രയൻ തുടങ്ങിയ MP-മാർ മമതാ ബാനർജിയുടെ വലം കൈകളാണ്, ഇട്ടത് വലത് കൈയാണ്, ഇവർ രണ്ടും മമതാ ബാനർജിയുടെ ചങ്കാണെന്നൊക്കെ. ഇതിലിതാ ഡെറക് ഒബ്രയാനെ കോൺഗ്രസിനും വേണ്ട BJP-ക്കും വേണ്ടെന്ന് അവർ നേരത്തെ വ്യക്തമാക്കി. പക്ഷേ മഹുവ മൊയ്ത്ര അങ്ങനെയല്ല. ലോക്സഭയിലെ ക്ലാസിക്കൽ പ്രകടനം തകർത്ത തീപ്പൊരി പ്രാസംഗികയാണ് മഹുവ മൊയ്ത്ര. വ്യക്തമായ നിലപാടുകളുടെ പേരിലാണ് മഹുവ മൊയ്ത്ര ലോക്സഭയിൽ ശ്രദ്ധേയമാകുന്നത്. പിന്നെ ചില കയ്യിലിരിപ്പുകളുടെ പേരിൽ കഴിഞ്ഞ ലോക്സഭാ സെഷനിൽ അവർക്ക് സസ്പെൻഷനും അയോഗ്യതയും ഒക്കെ ലഭിച്ചിരുന്നു. എങ്കിലും മഹുവ മൊയ്ത്രയ്ക്ക് മനസ്സിലുള്ള ആ BJP സ്നേഹം, BJP-യുടെ ഇപ്പോഴത്തെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയുമായുള്ള ആ വൈകാരികമായ അടുപ്പം ഒരു ഘട്ടത്തിൽ ആരും തുണയ്ക്കാനില്ല, ആരും പിന്തുണയ്ക്കാനില്ല, കണ്ണീരപ്പാൻ പോലും ആരും ഇല്ലാതിരുന്ന അവസരത്തിൽ ഇതേ സുവേന്ദു അധികാരിയാണ് തന്നെ കൈപിടിച്ച് തന്നെ ആശ്വസിപ്പിക്കാനൊക്കെ എത്തിയതെന്ന് മഹുവ മൊയ്ത്ര ഇപ്പോൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു കാര്യം ഉറച്ചെടുത്ത തീരുമാനിച്ചതാണ്. മഹുവയ്ക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. കാരണം മഹുവ ഒരു മികച്ച MP-യാണ്, രാഷ്ട്രീയ പ്രവർത്തകയാണ്. അപ്പോൾ മഹുവയ്ക്കറിയാം തൻ്റെ രാഷ്ട്രീയ കരിയർ ഇങ്ങനെ തകർന്ന് പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ അടുക്കളയിൽ കിടന്ന് കരിപിടിക്കാനുള്ളതല്ല തൻ്റെ ഭാവി ജീവിതമെന്ന്. അതുകൊണ്ട് തന്നെ മഹുവ മൊയ്ത്ര വ്യക്തമായൊരു നിലപാടെടുക്കുന്നു. ഇതാ താൻ BJP-യിലേക്ക് പോകുന്നു. അതിനുള്ള തുടക്കമെന്ന നിലയിലാണ് മഹുവ മൊയ്ത്ര തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഒരു ചാനലിന് അഭിമുഖം നൽകിയത്. എന്തുകൊണ്ട് മഹുവ ഈ കാര്യം ഇതിനു മുമ്പ് പറഞ്ഞില്ല?
മമതാ ബാനർജിയെ ഭയമാണ്, അഭിഷേക് ബാനർജിയെ ഭയമാണ്. പക്ഷേ ഇപ്പോൾ ഭയക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? എം പിമാരിൽ ഭൂരിഭാഗവും മറുകണ്ഠം ചാടി. MLA-മാരിൽ 80-60 പേരും മറുകണ്ഠം ചാടി. അവരാണ് ഇപ്പോൾ യഥാർത്ഥ TMC. പാർട്ടി ചിഹ്നം തങ്ങൾക്ക് വേണമെന്നും പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ തങ്ങൾക്ക് വേണമെന്നും പാർട്ടി ആസ്ഥാനങ്ങൾ തങ്ങൾക്ക് വേണമെന്നും പാർട്ടിയുടെ 900 കോടി അടക്കം വരുന്ന പാർട്ടിയുടെ സ്വത്ത്, സാമ്പത്തിക നീക്കിയിരിപ്പ് അതുവരെ തങ്ങൾക്ക് അവകാശപ്പെട്ടാണെന്നും ന്യായമായ ഭാഷയിലാണ് തെളിവുകൾ നിരത്തി TMCയുടെ ഇപ്പോഴത്തെ, മുമ്പ് വിമതരായിരുന്നവരാണ് ഇപ്പോൾ TMCയുടെ ഔദ്യോഗിക ഭാരവാഹികൾ. അവർ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ മമതയുടെ ശവപ്പെട്ടിയിൽ ഒരാണി കൂടി അടിച്ചിരിക്കുന്നു, മഹുവ മൊയ്ത്ര എന്ന ആ വനിതാ MP കൂടി. മമത ഒട്ടും വിചാരിച്ചു കാണില്ല മഹുവ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് തൻ്റെ കണ്ടം മാറി ചാടുമെന്ന്. പക്ഷേ വ്യക്തമായൊരു തീരുമാനമാണ് മഹുവ മൊയ്ത്ര ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം സുസ്ഥിരമായ ഭരണത്തിൻ്റെ കീഴിൽ സുസ്ഥിരമായ ബംഗാളിന് വേണ്ടി, സുസ്ഥിരമായ തൻ്റെ മണ്ഡലത്തിന് വേണ്ടി, തൻ്റെ കൃഷ്ണനഗർ മണ്ഡലത്തിന് വേണ്ടി വ്യക്തമായ ചില നീക്കുപോക്കുകൾക്കായി മഹുവ മൊയ്ത്ര കാത്തിരിക്കുകയായിരുന്നു ഇത്ര കാലം. ഇപ്പോഴാണ് അവർക്ക് വ്യക്തമായൊരു രാഷ്ട്രീയ വഴി തുറന്നു കിട്ടിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ എടുത്തു പറയാം.